നമുക്ക് ഒരു അതിഥിയുണ്ട്, മറ്റാരുമല്ല, വയനാട് CPIM ജില്ലാ സെക്രട്ടറി കെ റഫീഖാണ്. ഇന്ന് ഈ ഒരു വീണ്ടെടുപ്പിന്റെ ദിവസം അവിടെ ഉണ്ടായിരുന്ന ഒരു സാക്ഷി കൂടിയാണ്. അപ്പോൾ റഫീഖിന് ന്യൂസ് മലയാളത്തിന്റെ സ്വാഗതം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്തായാലും ഇന്ന് നമ്മളെയൊക്കെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തി, ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് എന്താണ് പറയാനുള്ളത്? ഇന്ന് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിനാകെ മനസ്സ് നിറഞ്ഞൊരു ദിവസമാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി തന്നെ പറയുമ്പോൾ, ദുരന്തമുണ്ടായ നിമിഷം മുതൽ ഞങ്ങൾ ആ ദുരന്തബാധിതർ അനുഭവിച്ച പ്രയാസങ്ങൾ ഞങ്ങളെല്ലാം കണ്ടതാണ്. അവരുടെ മുഖത്ത് ഇപ്പോൾ പുഞ്ചിരി വിടരുമ്പോൾ അതിനേക്കാൾ വലിയൊരു സംതൃപ്തി, അതിനേക്കാൾ വലിയൊരു സന്തോഷം ഞങ്ങളുടെയൊന്നും പൊതുപ്രവർത്തനത്തിലില്ല. അപ്പം നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ നമ്മളെല്ലാം ഉള്ളത്. ഇപ്പം നിങ്ങളുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി തന്നെ കണ്ടല്ലോ നമ്മൾ എത്ര ഗുണഭോക്താക്കളായിട്ടുള്ള ദുരന്തബാധിതർ, അവർക്കുണ്ടായിട്ടുള്ള സന്തോഷം അവർ പങ്കുവെക്കുന്നത്. അവരനുഭവിച്ച വേദനകൾ വലിയതാണ്. യഥാർത്ഥത്തിൽ അവർ അനുഭവിച്ച വേദന എന്ന് പറയുന്നത് നമുക്ക് നികത്താൻ കഴിയുന്നതല്ല. അവരുടെ ഉറ്റവർ, ഉടയവർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, നമുക്ക് തിരികെ കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ അവശേഷിക്കുന്ന മനുഷ്യരെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു നാട് ചെയ്യേണ്ട ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്തമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഏറ്റെടുത്തത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി ഇന്ന് മാറിയിരിക്കുന്നു. ദുരന്തമുണ്ടായ അന്നു മുതൽ ദുരന്തബാധിതരെ ചേർത്ത് നിർത്തുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ വീട് എന്ന ആവശ്യം ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യഘട്ട വീടുകൾ കൈമാറിയിരിക്കുന്നു. മറ്റനുബന്ധ സൗകര്യങ്ങൾ ഈ വീടുകൾക്ക് ആവശ്യമായി വന്നു കഴിഞ്ഞു. മറ്റ് അമ്യൂണിറ്റീസ് എല്ലാം അടുത്ത ദിവസങ്ങളിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് അവശേഷിക്കുന്നവർക്കും വീടുകൾ നൽകി അടുത്ത മഴയ്ക്ക് മുമ്പ് തന്നെ ഇതെല്ലാം പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വളരെ സന്തോഷത്തിലുള്ള ഒരു ദിനമാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാം ആ ദുരന്തമുഖത്ത് നമുക്കൊന്നും ഇപ്പോഴും മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളുടെ കൈ ഒരു ഭാഗത്ത് നമ്മൾ കാണേണ്ടി വരിക, ആ കുഞ്ഞുങ്ങളുടെ മറ്റ് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ വേറെ ഭാഗങ്ങൾ കാണേണ്ടി വരിക നമ്മൾക്ക് തന്നെ പ്രയാസമുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ, അവരുമായി ബന്ധപ്പെട്ടവർ, അവർക്ക് ഒരു കാലത്തും അതൊന്നും മറക്കാൻ കഴിയില്ല. അപ്പോൾ അവരുടെയെല്ലാം മുഖത്ത് ഇപ്പോൾ പുഞ്ചിരി വിടരുന്നു എന്നതിനേക്കാൾ വലിയൊരു സംതൃപ്തി യഥാർത്ഥത്തിലില്ല. അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ കരുത്ത്. തീർച്ചയായും ഈ ഗവൺമെൻറ് ഉണ്ടായതുകൊണ്ടാണ്, ഈ ഗവൺമെൻറ് ദുരന്തബാധിതരോടൊപ്പം ചേർന്നതുകൊണ്ടാണ് ഈ നിലയിൽ സാധ്യമായത്. അതിനൊരു സന്തോഷമാണ് തീർച്ചയായും പങ്കുവെക്കാനുള്ളത്. അതുതന്നെയാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ, എല്ലാം നഷ്ടമായവർ, ഒരിക്കൽ നമ്മൾ അവരുടെ കണ്ണീര് കണ്ടു. ഇന്ന് ഇപ്പോൾ അവർ പുഞ്ചിരിക്കുമ്പോൾ അത് എല്ലാവർക്കും വേറെ ഹൃദ്യമായിട്ടുള്ള ഒരു കാഴ്ച കൂടിയാണ്. അവർക്ക് നഷ്ടമായതെല്ലാം തിരികെ കൊടുക്കാൻ സാധിക്കില്ല, എന്നാൽ പോലും അവരെ ഈ തരത്തിൽ അവർക്ക് ഒരു പുനരധിവാസം നൽകാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സമയബന്ധിതമായിട്ട് ഈ പദ്ധതി പൂർത്തിയാക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ അത് സാധ്യമായി എന്നുള്ളതാണ്. അപ്പോൾ അതിന് എത്രമാത്രം വലിയ വെല്ലുവിളികളായിരുന്നു നേരിടേണ്ടി വന്നത്? അതെ, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇവിടെ സംസ്ഥാന സർക്കാർ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷാപ്രവർത്തനവും മറ്റ് ആദ്യഘട്ടത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ അവസാനിച്ചതിന് ശേഷം ഏറ്റവും ഗൗരവമായി പിന്നെ ആലോചിച്ചത് പെർമനൻ്റ് പുനരധിവാസം എന്നതിനെ സംബന്ധിച്ചാണ്. അങ്ങനെ ആലോചിച്ചപ്പോൾ ഗവൺമെൻറ് തന്നെ ദുരന്തബാധിതരുടെ കൂടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പുനരധിവാസത്തിൻ്റെ മറ്റ് പ്ലാനിങ്ങിലേക്ക് പോയത്. അങ്ങനെ ദുരന്തബാധിതരുടെ യോഗം വിളിച്ചു ചേർത്തു. അവരും കൂടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട അഭിപ്രായം, അവർക്ക് ഒരുമിച്ച് ജീവിക്കണം. അവരുടെ ഒരുപാട് പേർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഒരുമിച്ച് ജീവിക്കണം. അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന നിലയിലേക്ക് അവർക്ക് ഒരു സ്ഥലത്ത് തന്നെ അവർക്ക് വീടും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നതാണ് ഗവൺമെൻറ് കണ്ടത്. കേവലമായൊരു വീട് നൽകുക എന്നതല്ല, ബാക്കി എല്ലാ സൗകര്യങ്ങളും അടങ്ങുന്ന ഒരു ടൗൺഷിപ്പ്, ലോകോത്തര നിലവാരമുള്ള ടൗൺഷിപ്പ് നിർമ്മിച്ച് നൽകുക എന്നാണ് ഗവൺമെൻറ് കണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ കാണണം, ആ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് ഈ ജില്ലയിലെ ഏതെങ്കിലും ഉൾപ്രദേശത്താവാൻ പാടില്ല. പകരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് കൽപ്പറ്റ ജില്ലയുടെ ആസ്ഥാനമാണ്. ആ ആസ്ഥാനത്ത് തന്നെ, കൽപ്പറ്റ പട്ടണത്തിൽ തന്നെ ഇവർക്ക് അതിനാവശ്യമായ ഒരു സൗകര്യമൊരുക്കുന്ന നിലയിലുള്ള ഒരു പുനരധിവാസത്തെക്കുറിച്ചാണ് ഗവൺമെൻറ് ആലോചിച്ചത്. അങ്ങനെ വന്നപ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ആ ഏറ്റെടുക്കാൻ തീരുമാനിച്ചപ്പോൾ മാനേജ്മെൻറ്റ് കോടതിയെ സമീപിച്ചു. നിയമവിവാഹങ്ങൾ നേരിടേണ്ടി വന്നു. ഗവൺമെൻറ് വലിയ രൂപത്തിൽ ആ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് അനുകൂലമായ വിധി സമ്പാദിച്ചു. പക്ഷെ വീണ്ടും സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ഉയർന്ന കോടതികളിലേക്ക് മാനേജ്മെൻറ്റ് പോകുന്ന നിലയുണ്ടായി.
കോടതിയിൽ പണം കെട്ടിവെച്ചുകൊണ്ട് ഗവൺമെൻറ് ഈ സ്ഥലം ഏറ്റെടുക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചു. അപ്പോൾ തുടക്കം മുതൽ വന്നിട്ടുള്ള പ്രതിബന്ധങ്ങളെയെല്ലാം ആ നിലയിൽ നേരിട്ടുകൊണ്ട് സ്ഥലം ഏറ്റെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ വീടുകളുടെ നിർമ്മാണം നടക്കുന്നു. ഇതിൽ ചില ഇടങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്, വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട കാര്യമാണ്. മറ്റു ചില സംഘടനകളൊക്കെ ചില വീടുകൾ ചില പ്രദേശത്ത് കൊടുത്തിട്ടുണ്ട്, സന്നദ്ധ സംഘടനകളും മറ്റുമല്ല. അപ്പം അവർ കൊടുത്തതിന് ശേഷമാണല്ലോ ഗവൺമെൻറ് കൊടുക്കുന്നത് എന്ന നിലയിലൊക്കെ ചോദ്യങ്ങളുണ്ട്. ഗവൺമെൻറ് 50 വീടോ 100 വീടോ 150 വീടോ അല്ല ഇന്ന് കൊടുത്ത 178 വീടോ ഒക്കെ മാത്രമാണ് നിർമ്മിച്ചതെങ്കിൽ ഇതിനേക്കാൾ എത്രയോ മുമ്പ് നമുക്ക് ഈ വീടുകൾ കൊടുക്കാൻ കഴിയും. പക്ഷെ ഗവൺമെൻറ് 410 വീടുകളും നിർമ്മിക്കാനുള്ള പ്രവർത്തനമാണ് ഒരുമിച്ച് ആരംഭിച്ചത്. അല്ലാതെ കുറച്ച് വീടുകൾ നിർമ്മിച്ചു കൊടുത്ത് ബാക്കി വീടുകൾ പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം നിർമ്മിക്കുക എന്നുള്ളതല്ല എടുത്തത്. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കുമുള്ള വീടുകൾ ഒരുമിച്ച് നിർമ്മിക്കുകയാണ് ചെയ്തത്. എന്നാൽ ചില ഭൂമിശാസ്ത്രപരമായ ചില പ്രദേശത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് കുറച്ച് വീടുകൾ പൂർത്തിയാവാതിരുന്നത്. ആദ്യ ഫേസിൽ 178 പേർക്ക് വീട് കൊടുക്കുന്നു. അപ്പോൾ ആ നിലയിൽ ഗവൺമെൻറ് വീട് നിർമ്മാണം മുന്നോട്ട് പോയി. നമുക്കറിയാമല്ലോ മറ്റു തരത്തിലുള്ള ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടുണ്ട്. മനുഷ്യരായി പോലും ഈ ദുരന്തബാധിതരെ പരിഗണിക്കാതെ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടിൻ്റെ ഭാഗമായുള്ള പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടു. ഇപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ വന്ന് നൈസമോൾ, ഷാജഹാൻ്റെ മകൾ, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ് ഷാജഹാൻ, അദ്ദേഹത്തിൻ്റെ മകൾ നൈസമോളെ കയ്യിലെടുത്ത് അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയും ആ റീൽസ് ഉണ്ടാക്കാനും ഒക്കെയായിരുന്നു. എന്നാൽ അദ്ദേഹം ഇവിടെ വന്ന് പ്രചരിപ്പിച്ചതല്ലാതെ ഒരു നയാ പൈസ നൽകാൻ തയ്യാറായില്ല. എന്നാൽ ഇന്ന് അതേ നൈസമോൾ വീടിൻ്റെ ഉടമയായിക്കൊണ്ട് വീട് സംസ്ഥാന ഗവൺമെൻറ് വീടൊരുക്കി നൽകിയതിൻ്റെ ആ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് നൈസമോൾ നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ മടിയിലിരിക്കുന്ന മനോഹരമായ കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ ആ നിലയിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള അവഗണനയുണ്ട്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ കോൺഗ്രസ് ഒക്കെ സ്വീകരിച്ച നിലപാടുണ്ട്. ഈ പുനരധിവാസ പ്രവർത്തനത്തിന് ആവശ്യമായ പണം CMDRFിലേക്ക് പണം നൽകുന്നതിന് വേണ്ടി ആളുകൾ തയ്യാറാകുമ്പോൾ അതിനെതിരായി നിലപാട് സ്വീകരിച്ചവരാണ് കോൺഗ്രസ്. KPCCയുടെ അന്നത്തെ പ്രസിഡന്റ് തന്നെ കൊടുക്കരുത് എന്ന് പറഞ്ഞ ആളാണ്. NGO അസോസിയേഷൻ ഉൾപ്പെടെ പോലെയുള്ള സർവീസ് സംഘടനകൾ, കോൺഗ്രസിൻ്റെ സർവീസ് സംഘടനകൾ സാലറി ചലഞ്ചിൽ പങ്കാളികളാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കീറിക്കളഞ്ഞുകൊണ്ടും ക്യാമ്പയിൻ നടത്തിയ ആളുകളാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനെതിരായി പണം വരുമ്പോൾ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വരുമ്പോൾ, ചുരൽമല ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വരുമ്പോൾ അത് തടയാൻ വേണ്ടി നിലപാട് സ്വീകരിച്ചവരാണവർ. അവർ പ്രത്യേകമായ ആപ്പുണ്ടാക്കി പണം ശേഖരിച്ചു. ഇന്നും തറക്കല്ലിൽ ഒതുങ്ങിയിരിക്കുകയാണ്. തറക്കല്ല് തന്നെ ഇട്ടത് വലിയ രൂപത്തിലുള്ള വിമർശനം ഉയർന്നു വന്നപ്പോഴാണ്. നമ്മൾ അതിനു മുമ്പ് തറക്കല്ലിടുന്ന ഡേറ്റ് പറഞ്ഞു, പിന്നെ പലവട്ടം മാറി, അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ തറക്കല്ല് മാത്രം ഇട്ടുകൊണ്ട് അതിൽ നിൽക്കുകയാണ്. അപ്പം അത് തന്നെ വളരെ ചുരുങ്ങി 10-30 വീടുകൾ നിർമ്മിക്കാൻ കഴിയുന്ന നിലയിലാണ് ഇപ്പോൾ തറക്കല്ലിട്ട സ്ഥലം തന്നെ വാങ്ങിയിട്ടുള്ളത്. അവർ 230 വീടുകൾ പ്രഖ്യാപിച്ചതാണ്. ഞാൻ പറയുന്നത് അങ്ങനെ പലതരത്തിൽ പ്രതിബന്ധം സൃഷ്ടിക്കാൻ പല രൂപത്തിലുള്ള ശ്രമം നടന്നപ്പോഴും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ യോജിക്കാവുന്ന, സഹകരിക്കാവുന്ന എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് അതിൻ്റെ ഇച്ഛാശക്തിയോടുകൂടി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഈ വീടുകൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. സർക്കാരിൻ്റെ എല്ലാ സംവിധാനത്തെയും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി. ULCC ഉൾപ്പെടെ, ULCC പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. ULCC ഈ മഴയായിരുന്നു വയനാട്ടിൽ പല ഘട്ടങ്ങളിലും മഴയുടെ, നിങ്ങളുടെ ഇവിടുത്തെ റിപ്പോർട്ടറോട് ചോദിച്ചാൽ അറിയാം, സാധാരണഗതിയിൽ ഉണ്ടാവുന്നതിന് വിഭിന്നമായി ഈ വയനാട്ടിൽ വ്യത്യസ്ത സമയങ്ങളിൽ മഴ വന്നു പ്രതീക്ഷിക്കാതെ. അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഊരാളുകൾ നല്ല നിലയിൽ ആ പ്രവർത്തനം ഏറ്റെടുത്തു. ഈ ജില്ലാ ഭരണകൂടം നല്ല നിലയിൽ ഇതെല്ലാം ഏകോപിപ്പിച്ചു. മന്ത്രിമാർ ഉൾപ്പെടെ, നിങ്ങൾ റിപ്പോർട്ടിൽ തന്നെ കണ്ടു, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി, അദ്ദേഹം ഇവിടെ വരുമ്പോൾ ദുരന്തബാധിതരിൽ ഒരാളായി കണ്ടുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവരും വാരിപ്പുണരുകയും സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നത് ഈ ഗവൺമെൻറ്റിനോടുള്ള ഒരു ഈ ദുരന്തബാധിതരെ കരുതലോടുകൂടി കണ്ട ഗവൺമെൻറ്റിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് ഉണ്ടായിട്ടുള്ളത്. ആ നിലയിലെല്ലാം ഗവൺമെൻറ് കൃത്യമായി ഇടപെട്ട് വീടൊരുക്കിയിരിക്കുന്നു. തികഞ്ഞ സന്തോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഒരു വീട് ഒരുക്കി കഴിയുമ്പോൾ ആ വീട് വലുതാകുന്നതും ആ വീടിൻ്റെ ഭംഗി കൂടുന്നതും ആ വീട്ടിൽ താമസിക്കുന്നവർ അത് സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുമ്പോഴാണ്. ദുരന്തബാധിതരായ ഈ കുടുംബങ്ങൾ 178 ഗുണഭോക്താക്കളും അവരുടെ കുടുംബങ്ങളും അവിടെ സംതൃപ്തിയോടുകൂടി ആ വീട് ഏറ്റെടുത്തിരിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. അതാണ് വീടിൻ്റെയും ഈ പദ്ധതിയുടെ എല്ലാം മനോഹാരിത. ആ നിലയിലേക്ക് അത് വന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പ്രവർത്തകരെന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകരെന്ന നിലയിൽ, ദുരന്തബാധിതരുടെ പ്രയാസം നേരിട്ട് കണ്ടറിഞ്ഞ ആളുകൾ എന്ന നിലയിൽ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്.
അത് തന്നെയാണ് റഫീഖ്. മറ്റൊരു കാര്യം, ഇപ്പോൾ നൈസമോളുടെ കാര്യം സൂചിപ്പിച്ചതുകൊണ്ട് പറയാണ്, ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു വാട്സാപ്പിൽ അടക്കം അവരുടെയൊക്കെ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ഇന്നത്തെ ഈ സംഭവത്തിന്റെ നേർസാക്ഷ്യം എന്നുള്ള രീതിയിൽ നൈസമോളുടെ ചിത്രം, മുഖ്യമന്ത്രിയുടെ മടിയിലിരിക്കുന്ന ആ ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. മറ്റ് ചില ആളുകളാണെങ്കിൽ പ്രധാനമന്ത്രി അന്ന് വന്ന് കുട്ടിയെ വാരിപ്പുണരുന്നതും അതിന്റെ താഴെ മുഖ്യമന്ത്രിയുടെ മടിയിൽ കുട്ടിയെ ഇരുത്തിയ ചിത്രം വെച്ചിട്ട് ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു അവഗണനയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് നൈസമോളെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തിച്ചത് റഫീഖാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ അത് കണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് കുട്ടി സ്റ്റേജിലേക്ക് വന്നത്, അതൊന്ന് പറയാമോ? അല്ല, തീർച്ചയായും ഞങ്ങൾ നൈസമോൾ ഉൾപ്പെടെയുള്ള ആ കുടുംബങ്ങളുമായി ഞങ്ങൾ നിരന്തരം ബന്ധം പുലർത്തുന്നവരാണ്. അവരുടെ സന്തോഷത്തിലും അവരുടെ പ്രയാസത്തിലുമെല്ലാം പരമാവധി അവരോടൊപ്പം ചേരാൻ ശ്രമിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അപ്പം ഷാജഹാൻ്റെ ഇപ്പം കുഞ്ഞാണ് നമ്മുടെ ഷാജഹാൻ, ചെറുപ്പക്കാരനായ ഒരാൾ മരിച്ചു പോയതാണ്. ഷാജഹാൻ്റെ കുഞ്ഞാണ് നൈസമോൾ. ഷാജഹാൻ്റെ ഭാര്യ ഉണ്ട്, നൈസമോളുടെ ഉമ്മയുണ്ട്. നൈസമോളുടെ ഉമ്മ ഇപ്പോൾ കുടുംബശ്രീയുടെ ഭാഗമായി ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കി. ഇപ്പോൾ ഈ ദുരന്തബാധിതർക്ക് ആവശ്യമായ ചെറിയ വ്യവസായങ്ങളും ചെറിയ കാര്യങ്ങളും ഒക്കെ തുടങ്ങാൻ, ഉപജീവന മാർഗം കണ്ടെത്താനുള്ള ഒരു സർക്കാർ സഹായം കുടുംബശ്രീയുടെ ഭാഗമായി കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പം കുട്ടികൾക്കുള്ള കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും എല്ലാം കച്ചവടം ചെയ്യുന്നൊരു സ്ഥാപനം മേപ്പാടി അങ്ങാടിയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ സന്തോഷം നിറഞ്ഞ് അവരതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോവുകയാണ്. അതിലെല്ലാം ഞങ്ങളെല്ലാം അവരുടെ ആ കാര്യത്തിലെല്ലാം അവരെ കാണാനും അവർക്ക് പിന്തുണ അർപ്പിക്കാനും ഉണ്ടായിരുന്നവർ. നൈസമോളുമായിട്ട് ഞങ്ങൾക്കെല്ലാം നല്ല സ്നേഹത്തിൽ ഞങ്ങളെ അവിടെ കണ്ടാൽ തിരിച്ചറിയുകയും അങ്ങനെ പെരുമാറുന്നവരാണ്. അപ്പോൾ അവിടെ പരിപാടിക്ക് വന്നപ്പോൾ നൈസമോൾ അവിടെയുണ്ട്. നൈസമോളെ കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും നൈസമോൾ ആണെങ്കിൽ നല്ല ഈ കളി അങ്ങനെ ഓടി കളിക്കാനും ഒക്കെ ഉള്ളൊരു ചെറിയ കുഞ്ഞാണല്ലോ. അപ്പോൾ പ്രധാനമന്ത്രിയോട് പോലും നമ്മൾ കാണേണ്ടത്, പ്രധാനമന്ത്രി ആശുപത്രിയിൽ നൈസമോൾ കിടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി അവിടെ വന്നപ്പോൾ പ്രധാനമന്ത്രിയോട് പോലും ആ നൈസമോൾ ചിരികളായി നിന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ നിലയിൽ നൈസമോൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെടുത്തു, അപ്പം അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. അവിടെ കൊണ്ടുപോയപ്പോൾ മുഖ്യമന്ത്രി കൃത്യമായി താലോലിക്കുകയും അവിടെ മുഖ്യമന്ത്രി മടിയിലിരുത്തുകയൊക്കെ ചെയ്ത ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിലൊരു ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു അവഗണനയുണ്ടല്ലോ. അത് നമ്മൾ വളരെ ഗൗരവമായി കണ്ടത്. ഒരു മനുഷ്യരായി പോലും നൈസമോൾ ഉൾപ്പെടെയുള്ള ദുരന്തബാധിതരെ കേന്ദ്ര ഗവൺമെൻറ് കണ്ടിട്ടില്ല. അതുപോലെ വീഡിയോ എടുത്ത് റീൽസ് എടുത്ത് പ്രചരിപ്പിച്ചതല്ലാതെ ഒരു നയാ പൈസ തരാൻ തയ്യാറായിട്ടില്ല. എന്നാൽ നൈസമോൾ ഉൾപ്പെടെയുള്ളവർക്ക് വീടൊരുങ്ങിയിരിക്കുന്നു. തീർച്ചയായും അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ആ സന്തോഷം സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയോടൊപ്പം ഇരിക്കുമ്പോൾ നാട്ടിനാകെ ഒരു സന്തോഷമുണ്ടാകും. ആ അർത്ഥത്തിൽ കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. മുഖ്യമന്ത്രിയുടെ മടിയിലിരുന്നു, വളരെ സന്തോഷവതിയായി തന്നെ തിരിച്ചു വന്നു. അതാണ് അതിലുണ്ടായിട്ടുള്ള ഒരു കാര്യം. അതുതന്നെയാണ്, അത് ഏറെ സന്തോഷം പകരുന്ന ഒരു കാഴ്ച കൂടിയായിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റഫീഖ്, ഇനി രണ്ടാം ഘട്ടം കൈമാറുന്നത് മഴക്കാലത്തിന് മുൻപ് തന്നെ കൈമാറണം എന്നാണ് ആഗ്രഹം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെ തന്നെ കൈമാറും എന്നാണ് പറഞ്ഞത്. അതുപോലെ പട്ടയ വിതരണം അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ സമയത്തേക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പ് കഴിയും, അടുത്ത സർക്കാർ ചുമതലയേൽക്കുന്ന സമയമൊക്കെ ആകും. അപ്പോൾ അത് ഇതിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? അത് എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? ഇല്ല, ഇവിടെ മുഖ്യമന്ത്രി തന്നെ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. മഴക്കാലം വരുന്നതിന് മുമ്പായി തന്നെ ഇത് കൊടുക്കും, വീടുകൾ ബാക്കിയുള്ളവർ കൊടുക്കുന്നുള്ളത്. അതിൽ സംശയമില്ല. കാരണം ഈ 178 വീടുകൾ മാത്രമല്ല പണി പൂർത്തിയായിട്ടുള്ളത്. കുറച്ച് വീടുകൾ കൂടി അവസാന ഘട്ടത്തിലാണ്. കുറച്ച് വീടുകൾ ഒരിത്തിരി കൂടെ പണിയുണ്ട്. ആ നിലയിലാണ് എല്ലാ വീടുകളും. ഞാൻ അതാണ് പറഞ്ഞത്, ഈ മുഴുവൻ വീടുകളും ഒരേ സമയത്തന്നെ നിർമ്മാണം ആരംഭിച്ചതാണ്. ചില പ്രദേശങ്ങളിൽ പാറകൾ ഉണ്ടാകും. ഇപ്പോൾ പാറ പൊട്ടിക്കുന്നതിൻ്റെതായ സമയം അവിടെ ചില പ്രദേശങ്ങൾ വരും. എന്നാൽ നിരപ്പായ സ്ഥലമാണെങ്കിൽ അവിടെ വേഗം വീട് കഴിയും. അങ്ങനെയാണ് ചില വീടുകൾ താമസിച്ചത്. ചില വീടുകളിൽ വലിയ വാൾ കെട്ടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഒന്നിച്ച് വീടുകൾ പൂർത്തിയാവാത്തത്. മാത്രമല്ല ഇത്ര ചുരുങ്ങിയ സമയമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാക്കി വീടുകളും വളരെ എളുപ്പത്തിൽ തന്നെ പൂർത്തിയാവാനുള്ള ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വാർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ മഹാഭൂരിപക്ഷം വീടുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന് വളരെ വേഗത്തിൽ തന്നെ വീടുകൾ കൈമാറാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ ഇപ്പം കുടിവെള്ളത്തിനുമായി ബന്ധപ്പെട്ട അവിടെ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ടെല്ലാം അവിടെ നടന്നു കഴിഞ്ഞു. സ്റ്റീവേജ് പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്നു. നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ചുറ്റുപാടുമായി 12 കിലോമീറ്ററാണ് റോഡുള്ളത്, ടാറിങ് റോഡുകൾ വരുന്നത്.
അത് എല്ലാ വീടിൻ്റെയും മുമ്പിലേക്ക് ആക്സസ് ഉണ്ട്. എല്ലാ സ്ഥലത്തും റോഡുകളായി, ചിലയിടങ്ങളിൽ ടാറിങ് പൂർത്തിയാവുന്നുണ്ട്, ബാക്കി കുറേ ഇടങ്ങളിൽ പൂർത്തിയായി. അപ്പോൾ എല്ലാ ഇടങ്ങളിലും ഒരു ആക്സസ് എല്ലാ വീടുകൾക്കും റോഡ് ആക്സസ് കിട്ടുന്ന നിലയിൽ തന്നെയാണ് വീടുകൾ വിഭാവനം ചെയ്തത്. അതുപോലെ തന്നെ ഒരു ഗ്രീൻ സ്പേസ് മുമ്പിൽ, ഒരു പൂന്തോട്ടം പോലെയുള്ളൊരു സ്പേസ് 8 മുതൽ 20 വീടുകൾ വരെയുള്ള ഒരു ക്ലസ്റ്ററിൽ ആ നിലയിൽ ഉണ്ട്. അങ്ങനെ എല്ലാമുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. ഇതെല്ലാം എല്ലാ വീടുകൾക്കും പണിതുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ സമയത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിയും. അവസാന ഘട്ടത്തിലാണ് വർക്കുകളെല്ലാം ഉള്ളത്. ഈ പൂർത്തിയായ 178 വീടുകൾ മാത്രമല്ല അവിടെ നിർമ്മിച്ചിട്ടുള്ളത്, ബാക്കി വീടുകൾ കൂടെ പൂർത്തീകരണ ഘട്ടത്തിലാണ്. അതാണല്ല, തുടങ്ങുകയല്ല. 178 കഴിഞ്ഞു, ഇനി ബാക്കി വീടുകൾ ആദ്യം മുതൽ തുടങ്ങുകയല്ല ചെയ്യുന്നത്, പകരം അതും പൂർത്തീകരണ ഘട്ടത്തിലാണ്. അതുകൊണ്ട് ഇത് കൈമാറുന്നതിൽ വേറെ തടസ്സങ്ങൾ വരില്ല, വളരെ വേഗത്തിൽ തന്നെ കൈമാറാൻ വേണ്ടി കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി മറ്റു പ്രശ്നങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെടുന്നില്ല. ഈ ഒരു ചടങ്ങ് നടന്ന സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ടി സിദ്ദിഖിന്റെ പേര് വിളിച്ചപ്പോൾ ആളുകൾ കൂകി വിളിച്ചു എന്നുള്ളതാണ്. പിന്നീട് ടി സിദ്ദിഖ് തന്നെ പറഞ്ഞു അത് CPIM പ്രവർത്തകരാണ് അത്തരത്തിൽ കൂകി വിളിച്ചത് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ആരോപണം എത്രമാത്രം ശരിയാണ്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ചടങ്ങിന്റെ ശോഭ കെടുത്തുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇല്ല, അതിനെ അങ്ങനെ കാണേണ്ട കാര്യമില്ല. അതായത് ഈ ദുരന്തബാധിതരും അല്ലാത്തവരുമായി ഒരുപാട് പേർ ഈ പറഞ്ഞ ഇവിടെ പല പ്രദേശങ്ങളിൽ നിന്നായി എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ളൊരു ഒറ്റപ്പെട്ട ഒരു കാര്യമായി മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. ഇവിടെ നമ്മൾ കാണേണ്ടത് ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവും. നമ്മൾ അങ്ങനെയൊന്നും ഉണ്ടാവേണ്ടതില്ല, ശരിയാണ്. പക്ഷേ CPIM ആ നിലയിൽ ഒരു പ്ലാനിങ് നടത്തേണ്ട കാര്യം അക്കാര്യത്തിലില്ല. ഇതിലുണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ചില ആളുകളിൽ നിന്ന്, പല പ്രദേശത്ത് നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്, ചില പ്രദേശങ്ങളിൽ നിന്ന് വന്ന ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളതാണ്. അവരെ അതിന് ചിലപ്പോൾ ആ നിലയിലേക്ക് പ്രകോപിപ്പിച്ചിട്ടുണ്ടാവുക. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം, ഇപ്പം ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞു, 2 ദിവസം മുമ്പ് കൽപ്പറ്റ MLA പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ്, ഇലക്ഷൻ്റെ മുന്നോടിയായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സർക്കാർ നടത്തുന്ന ഒരു ഇലക്ഷൻ ഗിമ്മിക്കാണ് എന്ന് കൽപ്പറ്റ MLA പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത്രയും ദുരന്തം അനുഭവിച്ചവർ അവരൊരു വീട്ടിലേക്ക് വരുന്ന വല്ലാത്തൊരു സന്തോഷം, ആ സന്തോഷം നിങ്ങളുടെ അതായിരിക്കും ആ ഒരു കൂകിവിളിയിലേക്ക് കാര്യങ്ങളൊക്കെ കലാശിച്ചത്. എന്തായാലും വി വസീഫ് അടക്കമുള്ള ആളുകൾ തന്നെ അതിനെ തടയുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇത്രയും വീടുകളിലേക്ക് TV അടക്കം എത്തിച്ചു നൽകുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. എന്തായാലും വളരെയധികം നന്ദി. ഇന്നത്തെ ദിവസം തന്നെ ന്യൂസ് മലയാളത്തിനൊപ്പം അല്പസമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിനും ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിനും താങ്ക് യു സോ മച്ച്. സന്തോഷം. താങ്ക് യു.